രഹന ഫാത്തിമയ്ക്കെതിരെ 153A പ്രകാരം കേസെടുത്തേക്കാം. വർഗീയ കലാപത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് പഞ്ചദിവ്യ ദേശദർശൻ സംഘടനയുടെ കൺവീനറായ ബി രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട SP-ക്ക് പരാതി നൽകിയത്. കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു രഹന ഫാത്തിമ മല ചവിട്ടുമെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയത്. രാവിലെ തന്നെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കിയ നിമിഷം. പല മാധ്യമങ്ങളും ചരിത്ര നിമിഷത്തിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഭക്തവിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രതിഷേധങ്ങളും രഹനയ്ക്ക് മല ചവിട്ടാനുള്ള അവസരം നൽകിയില്ല. അതോടുകൂടി മറ്റുള്ള യുവതികളുടെ കൂട്ടത്തിൽ രഹനയും മലയിറങ്ങി. രഹന മല കയറി കഴിഞ്ഞാൽ വിശ്വാസലോകം മറ്റു പല രീതിയിലേക്ക് കടന്നു പോകുമെന്ന ഭയം പോലീസിനും സർക്കാരിനും ഉണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയതോടുകൂടി ഭക്തജനങ്ങൾ ശാന്തരാവുകയായിരുന്നു. എന്നാൽ മല ചവിട്ടാൻ പോയ രഹന ഫാത്തിമയ്ക്കെതിരെ വർഗീയ കലാപത്തിന് ശ്രമിച്ചെന്നാണ് പഞ്ചദിവ്യ ദേശദർശൻ സംഘടനാ കൺവീനർ ബി രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട SP-ക്ക് പരാതി നൽകിയത്. 153A ജാമ്യമില്ലാ വകുപ്പാണ്. പോലീസ് വർഗീയ കേസിലെ പ്രതികൾക്കും മറ്റു പല തീവ്ര നിലപാടുകാർക്കുമെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക. രഹന ഫാത്തിമയുടെ മലകയറ്റവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആക്ടിവിസ്റ്റുകൾക്ക് അവരുടെ ശക്തി തെളിയിക്കാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.